ഓക്കെ, ബിജു സാറ്, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഗഗയാൻ. ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ഇന്ത്യയുടെ റോക്കറ്റ് ഉപയോഗിച്ച് ഒരു ഇന്ത്യക്കാരനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന പദ്ധതി. ഇതിലേക്കുള്ള ചുവടുവെപ്പുകൾ എവിടം വരെയായി? ISRO ഇതുവരെ ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുള്ള ഒരു ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഗഗൻയാൻ പ്രോഗ്രാം, ഗഗൻയാൻ പദ്ധതി. ഗഗൻയാനിൽ നമ്മൾ ഭൂമിയിൽ നിന്ന് നമ്മുടെ ഭാരതീയരെ, 1-2 ഭാരതീയരെ ഓർബിറ്റിൽ കൊണ്ടുപോയിട്ട് ഓർബിറ്റിൽ നിന്ന് അവരെ വളരെ സേഫായിട്ട് തിരിച്ച് ഭൂമിയിലെത്തിക്കുക. ഇതാണ് ഗഗൻയാൻ മിഷൻ്റെ ദൗത്യം. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ലോഞ്ച് വെഹിക്കിൾ മിഷൻ അല്ലെങ്കിൽ സാറ്റലൈറ്റ് മിഷൻ എന്ന് പറയുമ്പോൾ ഒരു സാറ്റലൈറ്റിനെ നമ്മൾ ഓർബിറ്റിലെത്തിക്കുക, അതാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് സാറ്റലൈറ്റ് അവിടെ ഫങ്ഷനിങ് ആയിരിക്കും, അതിൻ്റെ ലൈഫ് ടൈം അത് അവിടെ ഫങ്ഷനിങ് ആയിരിക്കും. ഗഗൻയാൻ പദ്ധതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗഗൻയാൻ പ്രോഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോഞ്ച് വെഹിക്കിളിൽ നമ്മൾ ക്രൂ മോഡ്യൂളും സർവീസ് മോഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഓർബിറ്റൽ മോഡ്യൂൾ, സാറ്റലൈറ്റിന് പകരം ഒരു ഓർബിറ്റൽ മോഡ്യൂളാണ് ലോഞ്ച് വെഹിക്കിളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് നമ്മൾ ഓർബിറ്റൽ മോഡ്യൂളിനെ ഓർബിറ്റിൽ എത്തിച്ചതിന് ശേഷം ഓർബിറ്റിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, കുറച്ച് ഓർബിറ്റ്സോ കഴിഞ്ഞിട്ട് അതിനെ സുരക്ഷിതമായി തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് അത് റിക്കവർ ചെയ്യുകയും വേണം. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 3-4 ഫേസ് ആയിട്ട് ഈ ഗഗൻയാൻ പ്രോഗ്രാമിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന മിഷനിൽ ഉപയോഗിച്ച അതേ ലോഞ്ച് വെഹിക്കിൾ LVM-3 എന്ന് പറയുന്ന നമ്മളുടെ ISROയുടെ ലോഞ്ച് വെഹിക്കിൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിന് മുകളിൽ ലോഞ്ച് വെഹിക്കിളിൽ സാറ്റലൈറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഈ ഓർബിറ്റൽ മോഡ്യൂൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓർബിറ്റൽ മോഡ്യൂൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇതിനെ ഓർബിറ്റിൽ കൊണ്ടുപോകുന്നു. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ്, അതായത് ലോഞ്ച് പാഡിൽ നമ്മൾ ഈ ലോഞ്ച് വെഹിക്കിൾ ബിൽഡ് ചെയ്ത് ഓർബിറ്റൽ മോഡ്യൂളൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ ക്രൂവിനെ, അതായത് നമ്മുടെ ഇപ്പോൾ ഗഗൻയാത്രീസ് എന്നാണ് നമ്മുടെ ക്രൂവിനെ പറയുന്നത്, ഗഗൻയാത്രീസിനെ അല്ലെങ്കിൽ നമ്മുടെ ക്രൂവിനെ നമ്മൾ സേഫായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതിനൊരു ക്രൂ എസ്കേപ്പ് സിസ്റ്റം ഈ ലോഞ്ച് വെഹിക്കിളിലും ഓർബിറ്റൽ മോഡ്യൂളിനും മുകളിലായിട്ട് ഒരു ക്രൂ എസ്കേപ്പ് സിസ്റ്റം ഉണ്ട്. എന്തെങ്കിലും അനോമലി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ അവരെ രക്ഷിക്കാൻ വേണ്ടി ഈ ക്രൂ എസ്കേപ്പ് സിസ്റ്റം പ്രവർത്തിച്ച് അവരെ സേഫായിട്ട് നമ്മൾ ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കണം. അത് ലോഞ്ച് പാഡിൽ സംഭവിക്കാം, ലോഞ്ച് വെഹിക്കിളിൻ്റെ ഫേസിൽ, അസെൻറ്റ് ഫേസിൽ, അറ്റ്മോസ്ഫിയറിക് ഫേസിൽ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ അപ്പോഴും സംഭവിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ക്രൂ എസ്കേപ്പ് സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗഗൻയാൻ പ്രോഗ്രാം ആസ് ഗഗൻയാൻ ഒരു വെഹിക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോഞ്ച് വെഹിക്കിൾ ഉണ്ട്, ഓർബിറ്റൽ മോഡ്യൂളുണ്ട്, പിന്നെ ക്രൂ എസ്കേപ്പ് സിസ്റ്റം ഉണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മിഷനാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെയുള്ള പ്രോഗ്രസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡിസൈൻ ഫേസ് നമ്മൾ ഇത് എല്ലാം ഡിസൈനും ഫ്രീസ് ചെയ്തു. എല്ലാ ഡിസൈനും നമ്മൾ പല റിവ്യൂസിൽ കൂടെ പോയി അതെല്ലാം ക്ലിയർ ചെയ്തു. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് റിയലൈസേഷൻ ഫേസാണ്. ഈ പല ലോഞ്ച് വെഹിക്കിൾ അല്ലെങ്കിൽ ഓർബിറ്റൽ മോഡ്യൂൾ, പിന്നെ ക്രൂ എസ്കേപ്പ് സിസ്റ്റം, പിന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർ, ഇതെല്ലാം നമ്മൾ റിയലൈസ് ചെയ്യണം. അതാണ് ഈ റിയലൈസേഷൻ ഫേസ്. ഇപ്പോഴത്തെ ഗഗൻയാൻ പദ്ധതിയുടെ ഇപ്പോഴത്തെ പ്രോഗ്രസ് എന്ന് പറയുന്നത് റിയലൈസേഷൻ ഫേസും ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഡിസൈൻ ഫേസ് കഴിഞ്ഞു, റിയലൈസേഷൻ ഫേസ്, അതായത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എല്ലാം റിയലൈസ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഫേസ് കഴിഞ്ഞു. ഇനി അതിൻ്റെ ടെസ്റ്റിംഗ് ഫേസാണ്. ഈ ചെയ്തതെല്ലാം എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയാണോ പ്രവർത്തിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾക്ക് ഈ ഹ്യൂമൻ ബീങ്സ് കയറുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ലോഞ്ച് വെഹിക്കിൾ ചന്ദ്രയാൻ ഉപയോഗിച്ചതാണെങ്കിലും ഒത്തിരി മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നമ്മൾ ഒരു കാർഗോ എയർക്രാഫ്റ്റിൽ കാർഗോ കൊണ്ടുപോകുന്നത് പോലെ അല്ല ഒരു സിവിലിയൻ എയർക്രാഫ്റ്റ്. അതേപോലെ നമ്മുടെ ലോഞ്ച് വെഹിക്കിളും ഈ ഹ്യൂമൻ റേറ്റിംഗ്, മനുഷ്യരെ കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹ്യൂമൻ റേറ്റിംഗ് നടത്തേണ്ടതുണ്ട്. അതിന് നമ്മുടെ പ്രൊപ്പൽഷൻ സിസ്റ്റം, ഏവിയോണിക് സിസ്റ്റം ആൻഡ് എല്ലാ ലോഞ്ച് വെഹിക്കിളിൻ്റെ സിസ്റ്റംസ് എല്ലാം ഹ്യൂമൻ റേറ്റിംഗ് ചെയ്ത് അത് ഇപ്പം ഹ്യൂമൻ റേറ്റഡ് വെഹിക്കിളായിട്ട് മാറ്റിക്കഴിഞ്ഞു. ടെസ്റ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചറൽ ടെസ്റ്റിംഗ്, എല്ലാ ക്വാളിഫിക്കേഷൻ ടെസ്റ്റിങ്ങും ഓൾമോസ്റ്റ് കൺവേർജ് ചെയ്യാണ്. ഒരു മേ ബി 1000കണക്കിന് ടെസ്റ്റ് നമ്മൾ ഇതുവരെ ചെയ്തു കഴിഞ്ഞു. പ്രൊപ്പൽഷൻ സിസ്റ്റം ആയാലും സ്ട്രക്ചേഴ്സ് ആയാലും ഏവിയോണിക്സ് ആയാലും പല രീതിയിലുള്ള ടെസ്റ്റ് നമ്മൾക്ക് കോൺഫിഡൻസ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലോഞ്ച് വെഹിക്കിൾ പല ഫേസിലുള്ള
സബ് അസംബ്ലി ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോഞ്ച് വെഹിക്കിൾ റെഡിയാവുമ്പോൾ ലോഞ്ച് വെഹിക്കിൾ നമ്മൾ പല സബ് അസംബ്ലീസ് ഷാറിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ഓർബിറ്റൽ മോഡ്യൂളിൻ്റെ ടെസ്റ്റിംഗ് നമ്മുടെ URSCയിലും ബാംഗ്ലൂരുള്ള URSCയിൽ നമ്മളിപ്പോൾ പല സിമുലേഷൻസും മറ്റ് ടെസ്റ്റിങ്ങും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സബ്സിക്വൻ്റ് ആയിട്ട് ഈ എല്ലാ ടെസ്റ്റിങ്ങും കഴിഞ്ഞിട്ട് ഓർബിറ്റൽ മോഡ്യൂളും ഷാറിൽ കൊണ്ടുവന്ന് ഇൻ്റഗ്രേറ്റഡ് ലെവൽ ടെസ്റ്റിംഗ് ചെയ്തതിന് ശേഷം പിന്നെ മിഷന് റെഡിനെസ് പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഇതെന്ന് പറയുന്നത് എല്ലാ ടെസ്റ്റിങ്ങും ഫസ്റ്റ് മിഷൻ G1 എന്ന് പറയുന്ന മിഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ടെസ്റ്റിങ്ങും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.